ഹലോ കൂട്ടുകാരെ, ഞാനിന്നിവിടെ കാണിക്കുന്നതേ ഒരു ചമ്മന്തിയാണേ. ചമ്മന്തി എന്ന് പറഞ്ഞാൽ വേപ്പിലക്കട്ടി എന്ന് പറയും ഈ ചമ്മന്തിയുടെ പേര്. നാരകത്തിൻ്റെ ഇല ഒരു പിടി, നല്ലപോലെ ഒരു പിടി നാരകത്തിൻ്റെ ഇല നമ്മൾ കഴുകി വെള്ളം കളഞ്ഞിട്ട് നല്ലപോലെ തുണി തുടയ്ക്കണം. കുറച്ച് കറിവേപ്പില, ഒരു 3 വറ്റൽമുളക്, ഒരു ചെറിയ ഉണ്ട പുളി, വാളംപുളി, കുറച്ച് കല്ലുപ്പ്, കായം 1 ടീസ്പൂണ്, ജാറ് പൊടിക്കാൻ വെച്ചിട്ട് കഴുകി നല്ലപോലെ വെള്ളം കളഞ്ഞ് തുണിയിൽ തുടയ്ക്കണം. ഒട്ടും വെള്ളം മയം പാടില്ല. കറിവേപ്പിലയും നാരകത്തിൻ്റെ ഇലയും ഒരുമിച്ച് ഇട്ട് പൊടിക്കുകയാണ്. കുറച്ചുണ്ടാക്കി കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് എത്ര വേണോ, കൂടുതലാണെങ്കിൽ 2 പിടി നാരകത്തിൻ്റെ ഇലയും കുറച്ച് കറിവേപ്പിലയും അതിനനുസരിച്ച് പുളിയും ഉപ്പും കല്ലുപ്പ് എടുക്കണം. കല്ലുപ്പാണ് നല്ലത്. കുറച്ച് എണ്ണ, ഒരു സ്പൂൺ എണ്ണ അതിലോട്ട് ഒഴിച്ചിട്ട്, ഓപ്ഷനാണ്, നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ. 3 വലിയ വറ്റൽമുളക് ഇതിലോട്ട് ഈ വാളംപുളിയും കൂടെ മൂപ്പിക്കണം. മുളകും പുളിയെല്ലാം നല്ലോണം മൂത്ത് അത് തണുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത്ര കായപ്പൊടി, കല്ലുപ്പ്, ഇത്ര കല്ലുപ്പ് ഇത് പൊടിഞ്ഞിട്ടുണ്ട്. കായം, പുളി, ഉപ്പ്, മുളക്, ഇത് 3 നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നാരകത്തിൻ്റെയും കറിവേപ്പിലയുടെ ഇതിലിട്ട് ഒന്നുകൂടി പൊടിക്കണം. ഇത് കണ്ട ഈ പരുവായിട്ടുണ്ട്. ഇത് കണ്ട, ഇത് നമുക്കിങ്ങനെ ഉരുളയാക്കാം. ഇത് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇല, ഒരു 2 പിടി നാരകത്തിൻ്റെ ഇല, കുറച്ച് കറിവേപ്പില, കുറച്ച് പുളി, ഉപ്പ്, മുളക് എണ്ണത്തിൽ കൂട്ടണം. ഇത് കണ്ട, ഇതാണ് ഒരു ചമ്മന്തി. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കി നോക്കണേ. ഇതാണ് ചമ്മന്തി. ഇത് കണ്ട, നമുക്ക് ദോശയുടെ കൂടെ കഴിക്കാം, ഇഡലിയുടെ കൂടെ കഴിക്കാം, ചോറിന് കഴിക്കാം.